ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് ഞാൻ 24-നാണ് വീഡിയോ കൊടുക്കുന്നത്. 25-നാണ് എൻ്റെ സ്പെഷ്യൽ ഡേ. അത് നമ്മൾ രാത്രി ആകുമ്പോൾ എന്താ സംഭവം ഇപ്പോൾ പറയാം ഞാൻ എന്താ സംഭവം എന്ന്. എൻ്റെ പ്രിയതമ്മൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, നാളെ 25-ന്. അപ്പോൾ എൻ്റെ എല്ലാമായ റിജിത്തൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മ പറ. നല്ല ഭംഗിയുണ്ട് ഉടുപ്പും ചന്ദനൊക്കെ ഇട്ട്. അപ്പൊ പറയൂട്ടാ, വൈകിട്ട് പറ 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 പറ. പാലടപ്പത്ത് വെച്ചിരുന്നു. പാലടപ്പത്ത് എന്തിനു വേണ്ടിട്ടാ? രഞ്ജിത്തിന്റെ പിറന്നാൾ കണ്ടോ എന്താ സ്നേഹം ഗൈസ്. എന്റെ പിറന്നാൾ പോലും ഇങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടില്ലെന്ന്. അപ്പോ വെക്കണം ഓ ഓക്കെ മുമ്മേ ശരി. അപ്പുറത്തെ വീട്ടിലെ കുട്ടി പറ്റാലും അമ്മയുടെ പിറന്നാളിന് പായസം വെക്കും, അതാണ് അർത്ഥം ഗൈസ്, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ കുറേ ചെറിയ സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ്, എനിക്ക് ഹയ പെർഫ്യൂം കൊണ്ടൊരു പെർഫ്യൂമിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, അവരെനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പുറത്ത് കാണിച്ചു തരാം. ഫുള്ള് തുറന്നിട്ടുള്ളത് ഞാൻ മീൻസ് ഓപ്പൺ ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്യണ്ടല്ലോ വെച്ചിട്ട് ഞാൻ. സൂപ്പർ ഏത് അതെ പെർഫ്യൂം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നത് നമ്മൾ കാണിച്ചു തരാം അതെന്താന്നുള്ളത്. അതെ അടിച്ചു പോയാലേ അവിടെ നിക്കണെന്നുണ്ടെങ്കിൽ അപ്പൊ അറിയാം. പെർഫ്യൂം വാങ്ങിക്കോട്ടെ അമ്മയുടെ. കണ്ടോ അമ്മ പറയണ, അമ്മ ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയ്ക്ക്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗിഫ്റ്റ് എന്താന്നുള്ളത്. ഞാൻ പെർഫ്യൂമിന് മാത്രം ഒതുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇന്ന് ചിലവർ കോഴിക്കോട് നിന്ന് എത്തിയിട്ടില്ല, കോഴിക്കോടാണ്. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് ഒന്നുമില്ല. ഒരു കേക്ക് കട്ടിങ് ഉണ്ട്, അത് വൈകുന്നേരം ആ സമയത്ത്, അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു സർപ്രൈസ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ടീഷർട്ട്, അങ്ങനത്തെ ഷർട്ട് ഫുള്ളുണ്ട് പോലെ, ടീഷർട്ട് ഹുഡി പോലത്തെ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ വന്നിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കോട്ടെ, അത് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ആൾക്ക് കൊടുക്കണ ഇഷ്ടമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാച്ചൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എന്തിനാ പൈസ ചിലവാക്കണേന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ മേടിച്ചു കൊടുക്കും, എൻ്റെ സ്നേഹം അതല്ലേ എല്ലാം അല്ലേ അമ്മേ. അമ്മ അവിടെ കിടന്നിട്ട്. അപ്പോൾ ഞാൻ എന്താ ഗിഫ്റ്റ് എന്നുള്ളത് കാണിച്ചു തരാം. ഗിഫ്റ്റ് കാണിച്ചു തരാം. ഒരാൾ പോകുമ്പോൾ പറയാം ഷേമിയെ പൊട്ടിക്കണത് കാണിച്ചു കൊടുക്കുന്നത് എന്തിനാത്? പാലിളക്കൊണ്ടിരിക്കണു, സേമിയ ഇടുന്നു. സേമിയ മിക്സ് മേടിക്കാന്ന് വിചാരിച്ചത്, പക്ഷേ സേമിയ വറുത്തത് മേടിച്ചു. പിന്നെ അതിലൊക്കെ ഉണ്ട്, പഞ്ചസാരയൊക്കെ ഉണ്ട്. പക്ഷേ ഇതില് പഞ്ചസാര നമ്മൾ ഇടണം. പഞ്ചസാര കഴിഞ്ഞ സങ്കടമാണോ? പഞ്ചസാര അധികം വേണ്ട, അതല്ല നല്ലത്. അതാവുമ്പോ കറക്റ്റ് പഞ്ചസാരയുടെ അളവ് കിട്ടുമല്ലോ അല്ലേ? ശരിക്കും പഞ്ചസാര പാകത്തിന് മധുരം. അതെ, ഇത് അറിയില്ല അമ്മക്ക്. ഇത് കൂടുതൽ ഇട്ടാൽ ദിൽവാലെ കൊച്ചിനേക്കാവും. സേമിയ കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ. എല്ലാ പ്രാവശ്യം പാല് മാത്രമാണ് ഉണ്ടാവാറ്. നോട്ട സേമിയയില് പൊന്തിച്ചമ്മ കട കുറച്ച് സേമിയ ഉള്ളു, അത് കുറുകി വരുമൊന്നുമില്ല. എന്തായാലും ഞാൻ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, ഇതാണ് ഗിഫ്റ്റിന്റെ പുറം ഭാഗം. ഞാനിത് എൻ്റെ ഇവിടുത്തെ അമ്മയുടെ റൂമിൽ തലമാരയിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം ജസ്റ്റ്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് 4 പെർഫ്യൂമാണ്. പെർഫ്യൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രഞ്ജിതൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പെർഫ്യൂമിൻ്റെ ഇതിലേത് ബോട്ടിലിൽ ഫ്രണ്ട് ഭാഗത്ത് ചെയ്തിട്ടുള്ള എൻ്റെയും രഞ്ജിതൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ളതാണ്. അത് ഗിഫ്റ്റ് ഫുൾ പാക്ക് ചെയ്തേക്കാണ്. ഞാനിത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ അമ്മയുടെയും ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പിന്നെ അങ്ങേർക്ക് രഞ്ജിതന് ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പൊടി. അപ്പോൾ ഞാൻ വലിയൊരു പാക്കറ്റ് പാൽപ്പൊടിയൊക്കെ മേടിച്ച് അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ടീഷർട്ട് എന്തായാലും പോകുമ്പോൾ വാങ്ങണം, പിന്നെ കേക്ക് വാങ്ങണം. ഇപ്രാവശ്യത്തെ വെറൈറ്റി ആവട്ടെ. എല്ലാ പ്രാവശ്യം വാച്ച്, ഷർട്ട് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട്. രഞ്ജിതന് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം. എൻ്റെ പെർഫ്യൂം ഒക്കെ എടുത്തിട്ട് കൊണ്ടു. അപ്പോൾ ആ പെർഫ്യൂം ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കിയോണ്ട് എനിക്ക് ഹയാബ്, ഞാൻ പറഞ്ഞില്ലേ മലപ്പുറത്തുള്ള ഒരു ചേച്ചിയാണ്, മലപ്പുറത്തുള്ള ടീമാണ്, അവരെനിക്ക് സെറ്റ് ചെയ്ത് തന്നത്. നമ്മുടെ മോനിക്ക് പറഞ്ഞിട്ടുണ്ടോ, ഒരു മോനിക്കയുടെ ഒരു അറിയണ ഒരു ചേച്ചിയാണ്, അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ചെയ്തതാണ്. എനിക്ക് എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. എനിക്ക് കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് വേണം, കുറച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കണമല്ലോ, കുറച്ച് ലുക്കിലൊക്കെ പോകാൻ വെച്ചു. അപ്പോൾ എന്തായാലും ഞാൻ അമ്മയുടെയും എൻ്റെയും പെർഫ്യൂമും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ അമ്മയുടെ റൂമിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് വന്നു ഗൈസ്. ഇതുപോലത്തെ നമുക്കൊരു 4 ബോട്ടിൽ അവർ തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് 2 എനിക്ക് 2 കണ്ടോ. അമ്മയുടെ എൻ്റെയും അയ്യോ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒട്ടുക്കത്തെ സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഇത് ജാസ്മിൻ്റെ ആണ് ഇത്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി തന്നതാണ് അമ്മ, പക്ഷെ എനിക്കത് തന്നു. അമ്മയ്ക്ക് എൻ്റെ ഭയങ്കര സ്മെല്ല് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ, അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചിയൊക്കെ ആയിട്ട് കണ്ടോ, എവിടെ കാണുന്നുണ്ടോ?
ഇവിടെ ഓക്കെ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു അമ്മ ഞാൻ അടിയിൽ. എന്തായാലും താങ്ക് യു സോ മച്ച് ഹൈലെ ചേച്ചി. അവിടെ പെർഫ്യൂം നല്ല സ്മെല്ലും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അവരുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എന്തായാലും പോയി വാങ്ങിക്കോ. അത്രയും നല്ല ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് നന്നായി അടിച്ച് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം ഗൈസ്. നല്ല സ്മെല്ല, നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഇതിൻ്റെ എനിക്ക് ലാസ്റ്റ് ചെയ്യണ സ്മെല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് മേടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എന്തായാലും നന്നായി ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് കേട്ടോ. നല്ല സ്മെല്ല്. ഇത് അടിച്ചിട്ട് ഞാൻ മേലത്തിൽ പോട്ടെ ഒരു മിനിറ്റ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പേടിപ്പിക്കല്ലോ വന്നിട്ട് പഞ്ചസാര വീണ് പോയേ. സ്മെല്ല് വരുന്നുണ്ട് എന്തെങ്കിലും? കണ്ട മൂക്കും മണം വന്നു, അടിച്ചു വന്നിട്ടില്ലേ സ്മെല്ലില്ലേ? എന്താ ഇതാണ് നമ്മളെ പെർഫ്യൂമിന്റെ ഗുണം. നന്നായി സ്മെല്ലുണ്ട് അല്ലേ? നല്ല സ്മെല്ലാ. അമ്മയ്ക്ക് എന്റെ സ്മെല്ലൊക്കെ അമ്മയ്ക്ക് വേണം. എന്താ അത് നടക്കുന്ന കാര്യമാണ്? അമ്മയുടെ സ്മെല്ല് തന്നെ അമ്മ ചന്തിട്ടാ കയ്യില് വെക്കും. എനിക്കും വരും. ജാൻസി റാണി ഇരിക്കണ ഇരിപ്പ് നോക്ക്. കടകടാ കാല് മാറ്റി. എന്തായാലും രഞ്ജിത്ത് മോനുള്ള പായസം ഉണ്ടാക്കുമ്പോഴേക്ക് ഞാൻ കേക്കൊക്കെ പോയി വാങ്ങട്ടെ കേട്ടോ. ഓക്കെ. ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ പറയാൻ വിട്ടു പോയി. 5 വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ പറയാ ഒരു കഷ്ണം കേക്കിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന്. ഞാൻ പറഞ്ഞിട്ട് അവിടുത്തെ അറേബ്യൻ ട്രീറ്റ് ഷോപ്പിൽ അൽഫാം മൊത്തം അവിടുത്തെ ജുനൈദിനെ കൊണ്ട് ഇവിടെ വന്നിട്ടാണ് ചൂടുന്നത്. ഇവിടുത്തെ പോണോർക്ക് വരണവർക്കൊക്കെ അൽഫാമാണ് വരുന്നത്. 5 രാവിലെ വേണ്ടി പ്രത്യേകമായിട്ടൊരു ടെന്റ്, ഓംപ്ലേറ്റ് അടിക്കുന്ന ഒരാൾക്കാര്, ചായ അടിക്കുന്ന ആൾക്കാര്, ജ്യൂസൊക്കെ പലതരം ജ്യൂസാ. അതെ, സാധനങ്ങളൊക്കെ നല്ല കുഴപ്പമില്ല. ഒരു 5 രാവിലെ വേണ്ടി അമ്മ ത്യാഗം ചെയ്യും. പലതരം ജ്യൂസുകളാ. അതെ, ഏത് വേണമെങ്കിലും കുടിക്കാം. ചിക്കൻ തരുന്നല്ല, ചിക്കൻ മാത്രമല്ല, പോർക്ക്, പിന്നെ വെള്ളയപ്പം. കടയിൽ ഡമ്പെന്ന് പറഞ്ഞ വെള്ളയപ്പം. അൽഫാമിന്റെ കുബൂസ് ഒന്നും പാടില്ലല്ലോ. മറ്റേ വെള്ളയപ്പം കടയിൽ ഞങ്ങൾ ചുട്ടെടുത്ത് മേടിച്ച വെള്ളയപ്പം, അവിടെ ചേച്ചിമാര് ചുട്ട് വെള്ളയപ്പം, മുട്ടക്കറി എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അവര് വരട്ടെ. അവര് വരട്ടെ. അവര് വന്നിട്ട് ബാക്കി നമുക്ക് തട്ടുകടയിലത്തെ വിശേഷം കാണിക്കാം. പിന്നെ ഞങ്ങള് ഇത് പോർക്ക് വരട്ടിയത്. മതി അമ്മ. പോർക്കും ബീഫൊക്കെ നമുക്ക് കൊടുക്കാം രാവിലെ തന്നെ പാവം. ഗൈസ്, അങ്ങനെ എൻ്റെ എല്ലാമായ രഞ്ജിത്തേട്ടൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ബുക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ കേക്ക് കട്ടിങ് ഇടുന്ന ആൾക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ കാര്യം, കേക്ക് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇപ്പോൾ പോകുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്താ അവസ്ഥ അല്ലേ? ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടെ, പിക്ക് ചെയ്യട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ എൻ്റെ ഈ രഞ്ജിത്തേട്ടൻ വന്നു. കേക്ക് മേടിച്ചത് അങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണ്. ആ ചേട്ടനെ എഴുതിയതാണെങ്കിലോ കൊണ്ടിങ്ങനെ വരുന്നു. നന്നായി ഞാൻ എഴുതിയതാണെങ്കിലോ സ്വകാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ചേട്ടാ അങ്ങനെയാണ്. അപ്പൊ ചേട്ടൻ ഓക്കെ മോളെ, എന്നിട്ട് കൊണ്ടു കൊടുക്കുന്നത് ഇങ്ങനെ കയ്യിലും. നമ്മൾ നൈസ്, അങ്ങനെ തന്നെ വേണം ചേട്ടാ, അങ്ങനെ തന്നെ വേണം. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഹലോ, എന്നിട്ട് പറയ് എന്താ ചിരിക്കണേ? കേക്കില് ഒതുക്കണം, ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്റെ കയ്യില്. ഞാൻ ടീഷർട്ട് മേടിച്ചു തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ വരാണ്ടിരുന്നേ? വേണ്ടോ? ഇഷ്ടം പോലെ ഷർട്ട് ഇരിക്കണം, വെറുതെ ആവശ്യമില്ല. ഷർട്ടിന്റെ പരിപാടിയാണ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷർട്ട് വേറെ പുറത്തുനിന്നെടുക്കാം. ഓക്കെ, നന്നായി, താങ്ക് യു. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കണ വീഡിയോ എല്ലാ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് സാധനങ്ങൾ വേണ്ടി വാങ്ങാനിട്ട് നമ്മളോട് അമ്മ പറഞ്ഞു മീൻകറി വാങ്ങാൻ. അപ്പോൾ മീൻകറി മേടിച്ചിട്ട് വന്നു കേട്ടോ. ഒരാൾ ഇതേ പോയിരിക്കുന്നു. ഒരാൾ അതിൻ്റെ കൂടെ ചിക്കൻ മേടിച്ചിട്ട് വറക്കാം. അമ്മ വരികയൊക്കെ പറയാം 65 വല്ലതും മേടിച്ചാൽ മതി. അപ്പോൾ പിന്നെ കറിയും ചിക്കൻ മീൻസ് വെക്കണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾ ഞാൻ വെക്കാന്ന് മീൻസ് അങ്ങനെ നമ്മുടെ ഇതിൽ കയറിയിട്ട് എന്താ പറയാ, കോഴിക്കോട് സ്റ്റൈല് കറി നമ്മൾ ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു രഞ്ജിത്ത് എന്നെ കൊണ്ടല്ലെങ്കിൽ അവിടെ പോയി പണിയെടുപ്പിക്കാം. അപ്പം ഞാൻ പറഞ്ഞു രഞ്ജിത്ത് നൈസായിട്ട് വെച്ചോളാം പറഞ്ഞു. അല്ലേ പണിയെടുക്കും രഞ്ജിത്തറന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചാൽ കോഴിക്കോട് എങ്ങനെ വെക്കാന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് അന്ന് നടക്കില്ല രഞ്ജിത്തറ വൈകി എനിക്ക് വെച്ചിട്ട് കണ്ണും കാണാനില്ല. പോക്ക് മെഴുകുതിരല്ല, ചന്ദനത്തിരി. അപ്പൊ നമ്മള് മീൻകറി മേടിച്ചു, ചിക്കൻ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് വെക്കണം, എന്നിട്ട് കഴിക്കണം. കാണിച്ചിട്ടാന്ന് വെക്കണം കാണിക്കാൻ വയ്യ എനിക്ക് സത്യത്തില്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങിന് എത്ര മണിക്കാം? കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ, വേറെ ഗിഫ്റ്റ് ഒന്നും വേണ്ടതൊക്കെ പറഞ്ഞിട്ടിരിക്കാം. പിന്നെ ഒന്നും സാധനം ഇല്ല എൻ്റെ ടീഷർട്ട് പോലും കൊടുക്കാൻ പോലും ഒരു സാധനം ഇല്ല ചേട്ടാ. മുനിപ്രാവശ്യം താഴെ താഴെയെന്ന് വിചാരിക്കും.
8:45 8:45 9 മണിയാവാറായിട്ട് എനിക്ക് എന്ത് കഴിക്കാൻ അപ്പോ നമ്മള് വീട്ടിൽ പോട്ടെ. ഓക്കെ ഞാൻ കേൾക്കുന്നു. അപ്പോൾ നമ്മള് തന്നെ പാൽപ്പൊടി ഇഷ്ടമാണ്. ഇതുപോലത്തെ ഞാൻ 2 പാക്കറ്റ് മേടിച്ചു. കാരണം വെച്ചാൽ ചെറുത് വലുത് കിട്ടിയില്ല. അപ്പം ഇത് അവിടെ 2 ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് മേടിച്ചു. ഞാൻ പറഞ്ഞൊരു പപ്പുറത്തി അങ്ങോട്ട് കേൾക്കും. അപ്പം ഞാൻ ഗിഫ്റ്റിൻ്റെ ഒപ്പം ഇതും കൂടി ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിനെ ഭയങ്കര ഇഷ്ടം സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട്. ഇതെന്താന്ന് കണ്ടിട്ടില്ലേ? ഞാൻ പൊതിഞ്ഞ് അതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് കൊണ്ടാ. അപ്പം ഇതെന്താന്ന് കണ്ടിട്ടില്ല. ഞാൻ വാല് കുച്ചിട്ടേക്കാം. ഓക്കെ സഞ്ചു വരുന്നത് രഞ്ജിത്തേട്ട പേടിക്കണ്ട. അവളെ തലയിലിടാം നമുക്കിത്. എൻ്റെ രഞ്ജിത്തേട്ട വെക്കണ്ട. അവള് പറഞ്ഞാലും ചിക്കൻ മേടിക്കണം. ഞാൻ വെക്കാൻ എന്താണ് കളയില് കാര്യം ഇപ്പോൾ ഇട്ടാ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് അറേബ്യൻ ട്രീറ്റിലെ ആൾക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞവരോടെ രാജനോട് പറഞ്ഞിട്ട് അറേബ്യൻ ട്രീറ്റിലെ ജുനൈദ് ഇവിടെ ഉണ്ട് അൽഫാം ചൂടാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ടാ. ജുനൈദിനെ കണ്ടില്ലേ അറേബ്യൻ ട്രീറ്റിലെ അടിയിലുണ്ടായിരുന്നു അൽഫാം ചൂടാൻ. അൽഫാം ചൂട്ട് അടിയില് ഗൈസ് ഒരു പിറന്നാൾ അഞ്ചിട്ട് മലക്ക് പോണ്ടെന്ന്. ഇവിടെ നിങ്ങളുടെ ഭാര്യ ഇവിടെ അതിനെ കാണാനില്ലോ. അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അത് ചിക്കൻ മേടിച്ചിട്ടുണ്ട് നിന്നോട് വെക്കേ. നീല പറ ചിക്കൻ വെക്കുന്നു. അതുകൊണ്ട് ചിക്കൻ മേടിച്ചതാ. ഇതെന്താണേ ഇതിന് ബേസിന്നിട്ട് കണ്ണാണല്ലോ ഇവിടെ. ആടി ഇരിക്കാതേടി. ഇവിടെ വന്നപ്പോഴേ ചിക്കൻ വെക്കാനായിട്ട് ആരുമില്ല. ജുനൈദിനാണ്ടില്ല അവിടെ ഉണ്ടായിരുന്നല്ലോ അൽഫാം ചൂടാനായിട്ട്. പെരി പെരി പറഞ്ഞാ പെരി പെരി ആയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പെരി പെരി എന്താ വിശേഷം? ബർത്ത്ഡേ രഞ്ജിത്തേട്ടന്റെ. അയ്യോ ഒന്നറിയാത്ത പോലെ വന്നേക്കാട്ടാ. പേടിച്ചു ഒരു നിമിഷത്തേക്ക് അഞ്ചു. ഈ ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞ രഞ്ജിത്ത് തന്നെ അടി നിന്റെ തലേക്ക് ഇട്ടിട്ട് പോയത് എന്തോന്നറാ നൈസായിട്ട്. അതെ ഇപ്പൊ ബാത്റൂമിൽ പോയിട്ടില്ലോ. ഒന്നും കൂടി പോവാം. ഇവിടെ ജിം ബോഡി വന്നിട്ടുണ്ട്. എന്നാ മലക്ക് പോണേ എന്തുട്ടാ എന്തുട്ടാ കാണിക്കല്ലേ. ഞാനോ ചിക്കൻ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അഞ്ചു എന്താന്നറിയില്ല. കറി അതൊന്നും ലാസ്റ്റ് റോസ്റ്റ് പോയിട്ട് കറി ആയിട്ടുണ്ട്. മസാല കൂടുതലാണ്. ഓ മസാല കുത്തുന്നൊക്കെ പറയും. അതെ മസാല ടേസ്റ്റുണ്ടാ നന്നായി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു ഇതൊന്നും പിടിക്കൂ മോനെ. എനിക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ട റിവ്യൂ പറയേണ്ടതാ. അങ്ങനെ നമ്മുടെ ഫുഡായിട്ടുണ്ട്. ഫുഡായിട്ട് കഴിഞ്ഞിട്ട് വേണം കേക്ക് മുറിക്കണമെങ്കിൽ. കേക്ക് മുറിച്ച് കുറച്ച് ഒന്നുമില്ല. എന്തായാലും നമ്മൾ കഴിച്ച് നോക്കട്ടെ ഗൈസ്. കഴിച്ച് നോക്കട്ടെ അവളെ ചിക്കൻ എങ്ങനെയുണ്ടെന്ന്. അഞ്ചുവിൻ്റെ അവളെ പോലെ തന്നെ ഉണ്ട് തക്കുടും കൂട്ട ചിക്കൻ. ഇത് കഴിഞ്ഞിട്ട് വേണം കേക്ക് മുറിക്കണമെങ്കിൽ. സമയമില്ല ഇനി. ഇത് തന്നേടെ അഞ്ചു ലിവർ എവിടെ മോളെ? ലിവർ ഏകദേശം ഇത് ഭാഗത്തായിട്ട് ഇവിടെ എവിടെയാ? ഇവിടെ ആണോ? ലിവർ സെറോസിസ് ഉള്ള കോഴിയായിരിക്കും. അവിടെ നമുക്ക് ചിക്കൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ലിവർ തട്ടില്ലേ എല്ല് വരെ വെള്ളമായി. ഇവിടെ പെണ്ണിട്ടില്ലേ നല്ല കറി വെച്ച് ഗൈസ്. ഞാൻ പറയാറുള്ളൂ നമ്മൾ നല്ല കറി വെക്കാറുണ്ട്. ഇത് നാളെ പല വെച്ചോ ആടണോ? ആ ഗൈസ് അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കട്ടെ. നല്ല കൊണ്ടുപോകണം. നമ്മൾ കഴിക്കാൻ കൊണ്ടുപോകണം. ഈ പ്ലേറ്റിലോട്ടാ മതി. ആ കേക്ക് മുറിക്കട്ടെ ഗൈസ്. ബൈ. രഞ്ജിതനെ പിറന്നാളെ അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒന്നും ഇല്ല, സ്നേഹം മാത്രം. ഓക്കെ കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് സൂം ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊല്ലുവിനെ ഹാപ്പി ബർത്ത്ഡേ ഇരിക്കുമ്പോ ഡിയർ രഞ്ജിത്തേട്ടാ ഹാപ്പി ബർത്ത്ഡേ. കേക്കിനെ കാണിക്കാം. രഞ്ജിത്തേനെ മുഖം കാണിക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു.
നീ അഞ്ചു ആ കേക്ക് മുറിച്ച് വായിലേക്ക് പറഞ്ഞു തീറ്റ മത്സരത്തിൽ പങ്കെടുക്കണ പോലെയാ. അമ്മാ ഹലോ, കേക്ക് ടേസ്റ്റ് ഉണ്ടോ മോനെ? നല്ല കേക്കല്ലേ? കള്ളി എനിക്കൊന്നും ഇഷ്ടമല്ല. അത് എന്നിട്ട് റൈസ് വേണം. വേണ്ട, ഞങ്ങൾക്കൊന്നും വായിൽ എനിക്കൊന്നും വായിൽ തരണ്ട കേട്ടാ. കൊടുക്കും. എനിക്കൊന്നും വായിൽ തരണ്ട. ഇങ്ങോട്ട് മാറ്റാറുണ്ട്. നമുക്ക് ഷുഗർ കട്ട. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അറിഞ്ഞിട്ടില്ല ഈ ഗിഫ്റ്റ് ഒളിപ്പിച്ച കാര്യം. എന്തായാലും സോപ്പ് ഞാൻ അങ്ങോട്ടിരുന്നോ? അങ്ങോട്ടിരുന്നോ? മറ്റേ അടിച്ചു നനച്ച് കുളിക്കുക. ഇഷ്ടമുള്ള സാധനം. എന്താ ഒരു സന്തോഷം ആ ഗിഫ്റ്റിന് കൊടുക്കണ്ട. സോപ്പ് പൊടി ഇല്ല. പാൽപ്പൊടി. ഇത് അഞ്ചിന് കേക്കുണ്ടോ? ഒന്ന് ഇളക്കി കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ടേ. ടൻ ടടാ. ഇതെന്താ ആ സിൽക്ക് കിടന്നോളി. ആ സിലിക്കല്ല, സിലിക്ക് സിമിത. ഇത് നമുക്ക് ഒരെണ്ണം തുറന്ന് കാണിച്ചു തരാം. അത് തരും. എനിക്ക് ഹയാന്നുള്ള പെർഫ്യൂമിന്റെ ടീമാണ് അയച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് വീഡിയോയില്. അപ്പൊ എന്തായാലും സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളി സ്മെല്ലാണ്. ഞാൻ എന്തായാലും അടിച്ചു പോയപ്പോ എല്ലാവരും ചോദിച്ചോണ്ട് ഇവിടുന്നാന്നൊക്കെ. എന്തായാലും വെള്ളമൊക്കെ ഉണ്ടോ ഗൈസ്? നോക്ക്, ഒരെണ്ണം മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. പൊട്ടി ജസ്റ്റ് കാണിച്ചു കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് സൂചി മതി അടിച്ചു കൊടുക്ക്. എന്താ എന്താ ഒരു കിളി പോയോ? അതിലൊരെണ്ണം 5 രൂപ. ആരത്? നോക്ക്, ഇത് ജെൻസ് എഴുതിക്കുന്നില്ല ഇതിന്റെ അടുത്ത്. സ്മെല്ല് അതിങ്ങടെ അത് നിങ്ങൾക്കായോണ്ട് ഇനി മുറിച്ചൊരാകൂലേ? ഒക്കെ നിങ്ങളുടെയാ, ഒക്കെ നിങ്ങളുടെയാ. നാലും അപ്പൊ താങ്ക് യു സോ മച്ച് ഹയ. ചേച്ചി അവിടുത്തെ ചേച്ചി സ്മെല്ലില്ലേ? അപ്പൊ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ, രാഹുൽജി എന്താണ് രാഹുൽജി? അഞ്ചു ഇത് ഭയങ്കര ഇഷ്ടായിരുന്നു. ഇത് കെട്ടി താല്പര്യം പഠിച്ചതല്ലാന്ന് എന്റെ അമ്മോ. കെട്ടിയാ ഇനി രഞ്ജിത്തേട്ടന് ഇന്നൊരു ദിവസത്തേക്കുള്ളതായി. സോപ്പ് പൊടിയൊന്നുമില്ല, പാൽപ്പൊടിയായിരുന്നു. വീഡിയോ അതിന്റെ അല്ലേ ഡെക്കറേറ്റ് ചെയ്ത് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ വലിച്ച കേക്ക് തട്ടിടും. കണ്ടോ? നല്ല പെട്ടി. നല്ല പെട്ടി അല്ലേ? താങ്ക് യു ചേച്ചി. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ചെറിയ വീഡിയോയുള്ളൂ. എൻ്റെ ഡെൻസിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.